ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ അടിപൊളി ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഈ ബിരിയാണി. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാത്തവരെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോയിലിട്ട് പോവാം. ഞാനൊരു കുക്കർ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അതായത് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. 2.25 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കണക്കാക്കി എടുക്കണം. പിന്നെ അതിലേക്ക് ആ വെള്ളത്തിലേക്ക് ഒരു 3-4 പട്ട, ഒരു കഷ്ണം പട്ട, 3-4 ഏലക്കായ പൊളിച്ചതാണ്. ഏലക്കായുടെ തോടിട്ടില്ല, പൊളിച്ചത്. പിന്നെ ഗ്രാമ്പു, ഇതൊരു 4-5 ഗ്രാമ്പു. പിന്നെ വേണമെങ്കിൽ ബേ ലീഫ് ഇടാം. ബേ ലീഫ് ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബേ ലീഫ് ഇടുന്നില്ല. അത് 3 ഞാൻ ഒഴിച്ച് നന്നായി ആയി വരുമ്പോൾ നമ്മൾ അരി നന്നായി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ആ അരി ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് നന്നായി ഇളക്കണം. ഇളക്കി ഇതെല്ലാം ഒന്ന് മിക്സായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീരൊക്കെ ഒഴിക്കുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിലൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഗ്രീൻ പീസാണ് എടുത്തത്. നിങ്ങൾക്ക് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇത് കറിക്ക് ഉപയോഗിക്കുന്ന ഗ്രീൻ പീസ് അല്ല കേട്ടോ. നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുക. അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കാനൊക്കെ എളുപ്പമായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഞാനത് കുക്കർ മൂടി വെച്ചിട്ടുണ്ട്. കുക്കർ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്കർ മൂടി വെക്കേണ്ടത്. അപ്പോൾ നമ്മളിതിൽ നോബിലൂടെ ആവി വരുന്ന സമയമാകുമ്പോഴേക്ക് നമുക്ക് 2 മീഡിയം സവാള അരിയാം. പിന്നെ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ക്യാബേജ്, കുറച്ച് കോളിഫ്ലവർ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അപ്പോഴേക്ക് റെഡിയാക്കാം. ഈ 5 മിനിറ്റിനുള്ളിൽ നമുക്കെല്ലാം റെഡിയാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ആവി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ടിട്ട് കഴിഞ്ഞാൽ നേരെ അത് സിമ്മിലേക്ക് ആക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കറക്റ്റ് 5 മിനിറ്റ്, അതാണ് അരിയുടെ വേവ്. അപ്പോഴേക്കും നമുക്ക് ആ അരി വേവുമ്പോഴേക്ക് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് നെയ്യോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അതിലേക്ക് ഒരു കഷ്ണം പട്ട, ഏലക്കായ, ഗ്രാമ്പു ഇതും കൂടി ഇട്ടിട്ട് ആ വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായി ഒന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് സവാള ഇടാം. നൈസായി വെച്ചിട്ടുള്ള ആ സവാള ഞാൻ ഇട്ടിട്ടുണ്ട്. നൈസായി അരിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് വഴറ്റി കിട്ടും. അപ്പോൾ നൈസായി വെച്ച ആ സവാള അതിലേക്ക് ഞാൻ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇതിലേക്ക് ഇടണം. അരിയിൽ നിങ്ങൾ ഉപ്പിട്ടിട്ട് വേവിക്കണം, അത് മറക്കരുത്. ഉപ്പിട്ടിട്ട് വേവിക്കണം. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് നന്നായി ഒന്ന് വഴറ്റി കിട്ടും. അപ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്കും കൂടി ഇടണം. കാരണം റൈസിലാണ് നമ്മൾ ഉപ്പിടുന്നത്. പിന്നെ ഇതിലേക്കും കൂടി കുറച്ചും കൂടി ഉപ്പിടണം. പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അരി വേവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതും കൂടി ചതച്ചത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ ഗ്യാസിൻ്റെ സിമ്മിലാക്കിയിട്ട് നമ്മൾ അരി വെന്തിട്ടുണ്ട്. ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. അത് അരി നോക്കിയപ്പോൾ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഗ്രീൻ പീസും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ തക്കാളീൻ്റെ ആ ഫ്രൈയിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടിയാണ് ഞാൻ ഇട്ടത്. ചിക്കൻ മസാലപ്പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. ഞാനിവിടെ ഒരുപാട് ഉപയോഗിക്കുന്നില്ല. ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് 3ഉം ഞാൻ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായി ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയില ഇത് 2ഉം കൂടി ഞാൻ ഒന്നിച്ചിട്ടാണ് അരിഞ്ഞ് വെച്ചത്. അതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് അതും ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടി ഗ്രീൻ പീസ് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഗ്രീൻ പീസ് നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങളിത് ഒഴിവാക്കുക. പിന്നെ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ ഞാനൊന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് കഴുകി വെച്ചതാണ്. അതും കൂടി ഇതിട്ടിട്ട് 2 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് കോളിഫ്ലവറും ഈ ഗ്രീൻ പീസൊക്കെ നന്നായി വെന്ത് കിട്ടും. 2 സെക്കൻഡ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ മതി. അപ്പോഴേക്കും നന്നായി ഒന്ന് വെന്തിട്ടുണ്ട്. നന്നായി അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ റെഡി ആയിട്ടുണ്ടാവും.
അപ്പോൾ നമുക്ക് പിന്നെ ക്യാബേജാണ്, ലാസ്റ്റാണ് ക്യാബേജ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ്, ബീൻസൊക്കെ ഇടാം. ഞാൻ ഇപ്പോൾ ക്യാരറ്റും ബീൻസൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അത് മുഴുവൻ ഇതിലിടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ക്യാബേജ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീരെ ചൂടാവരുത്. ക്യാബേജ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ റൈസ് വേവിച്ച് വെച്ച റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഞാൻ ഇതിലിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്, നെയ്യ് ഉപയോഗിച്ചിട്ടേ ഇല്ല. ലാസ്റ്റേ ഞാൻ നെയ്യ് ഉപയോഗിക്കുള്ളൂ, അതും വളരെ കുറച്ച് നെയ്യേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീട്ടിൽ വെളിച്ചെണ്ണ മാത്രം മതി ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ 2 സ്പൂണ് നെയ്യ് ഇവിടേക്ക് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മുട്ട ഒന്ന് ചിക്കിയിട്ട് മുട്ട ഇതിലേക്ക് ഇടാം. ഞാനിപ്പോൾ ഇതൊന്നും ഇടുന്നില്ല. സൈഡായിട്ട് നിങ്ങൾക്കൊരു മുട്ടക്കറി ഉണ്ടാക്കിയത് അതും അതിൻ്റെ കൂട്ടി കഴിക്കാം. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞത് അതും കൂടി ഇടുന്നുണ്ട്. നന്നായി ഇളക്കിയിട്ട് ഒരു 2 സെക്കൻഡും കൂടി ആവിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി വരികയാണെങ്കിലും നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.